ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ സെക്കൻഡ് മൊഡ്യൂൾ, അതായത് ഫോണോളജി ആൻഡ് ഫോണറ്റിക്സ് ആണ് കേട്ടോ. അതിലുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഹൗ ക്യാൻ വൺ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി? അപ്പോൾ അത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലും ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സൗണ്ടിനെ കുറിച്ചിട്ട്, ഒരു ലാംഗ്വേജിലുള്ള അതിൻ്റെ സൗണ്ടിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഫോണറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാംഗ്വേജിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിൻ്റെ സൗണ്ടിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫോണോളജി ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിസ്റ്റംസ് ആൻഡ് പാറ്റേൺസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഇൻ എ ലാംഗ്വേജ്. അപ്പോൾ ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ആ ഒരു പാറ്റേൺ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളെ മെൻ്റൽ അത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഞാൻ വായിച്ചു തരാം. ഫോണോളജി കൺസേൺസ് ഇറ്റ്സെൽഫ് വിത്ത് ദ സൗണ്ട് സിസ്റ്റം ഓഫ് എ സ്പെസിഫിക് സ്പീച്ച് ആൻഡ് ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് സൗണ്ട് സിസ്റ്റം. അതായത് ഒരു സ്പെസിഫിക് ലാംഗ്വേജിൻ്റെ സൗണ്ട് സിസ്റ്റത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് ഫോണോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോണോളജി ഓഫ് ഇംഗ്ലീഷ് ഈസ് ആസ് മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഹിന്ദി. അതായത് ഓരോന്നിലും ആ ഒരു പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കില്ല, ഓരോ ലാംഗ്വേജിലും അതിൻ്റെ സൗണ്ടുകൾ വരുന്നതും ആ പാറ്റേൺസുകളും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ലാംഗ്വേജിൻ്റെ അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. മറ്റേതെന്താണ്? സൗണ്ട് സിസ്റ്റത്തെയും പാറ്റേണൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ്. മറ്റേ ഫോണറ്റിക്സിൽ എന്താണ് പഠിക്കുന്നത്? ഓൾ സ്പീച്ച് സൗണ്ട്സ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഫോണറ്റിക്സ് എന്താണ്? യൂണിവേഴ്സലാണല്ലേ, അതേപോലെ കോൺക്രീറ്റ് ആണ്. പിന്നെ ഫോണറ്റിക്സിൽ പഠിക്കുന്ന കാര്യം ഫോൺസിനെ കുറിച്ചിട്ടാണ് ഫോണറ്റിക്സിൽ പഠിക്കുന്നത്. ആ സമയം ഫോണോളജിയിൽ പഠിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഫോണീംസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അത് അബ്സ്ട്രാക്റ്റ് ആണ്, ഒരു സ്പെസിഫിക് ലാംഗ്വേജിനെയാണ്. പിന്നെ ഫങ്ഷനിങ് ഓഫ് സൗണ്ട്സ് ആസ് എ പാർട്ട് ഓഫ് എ സിസ്റ്റം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക, നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, 82 പേജ് നമ്പറിലുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദി എയർ സ്ട്രീം മെക്കാനിസം ഇൻ ദ അട്ടറൻസ് ഓഫ് സൗണ്ട്സ്. നമ്മൾ ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു എയർ സ്ട്രീം മെക്കാനിസം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ വായിച്ചു തരാം. എയർ സ്ട്രീം മെക്കാനിസം റെഫേഴ്സ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ആസ് ഇറ്റ് ഈസ് പുഷ്ഡ് അപ്പ് ഫ്രം ദ ലങ്സ് ഡ്യൂറിങ് സ്പീച്ച് പ്രൊഡക്ഷൻ. നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എയർ പുഷ് ചെയ്യും. എവിടെ നിന്ന്? ലങ്സിൽ നിന്നും പുഷ് ചെയ്യാണ് എയർ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് എയർ ഫ്ലോ ഈസ് ക്രിയേറ്റഡ് ഇൻ ദ വോക്കൽ ട്രാക്ട്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ വോക്കൽ ട്രാക്റ്റിൽ നിന്നും എയർ ഫ്ലോ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എയർ പുഷ് ചെയ്യുക ഫ്രം ലങ്സ് ഡ്യൂറിങ് സ്പീച്ച് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എയറിനെ പുഷ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ലങ്സ്. വേറൊരു വേർഡ്സിൽ പറയുകയാണെങ്കിൽ വോക്കൽ ട്രാക്റ്റിൽ എയർ ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എയർ സ്ട്രീം മെക്കാനിസം ജനറേറ്റ് ചെയ്യുന്നത് ചില ഓർഗൻസുകളുണ്ട്. ആ ഓർഗൻസിനെയാണ് ഇനിഷ്യേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 3 ഇനിഷ്യേറ്റേഴ്സ് ഉണ്ട്. അത് ആരൊക്കെയാണ്? ഒന്ന് ഡയഫ്രം ഉണ്ട്, അതേപോലെ ഗ്ലോട്ടിസ് ഉണ്ട്, ടങ് ഉണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ഡയഫ്രം ടുഗദർ വിത്ത് ദ റിബ്സ് ആൻഡ് ലങ്സ് ആൻഡ് ദ ഗ്ലോട്ടീസ്, അതേപോലെ ദ ടങ്. ഇത് മൂന്നുമാണ് നമുക്കിവിടെ ഇനിഷ്യേറ്റേഴ്സ് ആയിട്ട്, അതായത് എയർ സ്ട്രീം ജനറേറ്റ് ചെയ്യുന്ന ഓർഗൻസുകൾ കേട്ടോ. ഏതൊക്കെയാണ്? ഡയഫ്രം ടുഗദർ വിത്ത് ദ റിബ്സ് ആൻഡ് ലങ്സ്, ഗ്ലോട്ടീസ്, അതേപോലെ ടങ്. പിന്നെ നോക്കുക, ദ എയർ ഫ്രം ദ ലങ്സ് ഗോസ് അപ്പ് ദ വൈൻ പൈപ്പ് ഓർ ട്രക്കിയ ഇൻ ടു ദ ലാരിങ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലങ്സിൽ നിന്നും എയർ പുഷ് ചെയ്യാണ്. അപ്പോൾ അതാണ് എയർ സ്ട്രീം മെക്കാനിസം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ എയർ പുഷ് ചെയ്തിട്ട് അത് എവിടെ എത്തി നിൽക്കും? ടു ദ ലാരിങ്സ് ത്രൂ ട്രക്കിയ. നമ്മുടെ ശ്വാസനാളത്തിലൂടെ ആ ദോരം ഉണ്ടല്ലോ, ശ്വാസനാളത്തിൻ്റെ ആ ദോരത്തിൻ്റെ അവിടെ, അതായത് ശബ്ദനാളത്തിൻ്റെ അവിടെ വന്ന് നിൽക്കും ആര്? എയർ കേട്ടോ. എന്താണ് പറഞ്ഞത്? ദ എയർ ഫ്രം ദ ലങ്സ് ഗോസ് അപ്പ് ദ വൈൻ പൈപ്പ് ഓർ ട്രക്കിയ ഇൻ ടു ദ ലാരിങ്സ്. ലാരിങ്സിലെത്തി നിൽക്കും. അപ്പോൾ ലാരിങ്സിലെത്തിയിട്ട് ലാരിങ്സിൽ 2 മസ്കുലർ ഫോൾസുകളുണ്ട്. നമ്മുടെ സൗണ്ട് ഉച്ചരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ എന്തുണ്ട്? 2 മസ്കുലർ ഫോൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വോക്കൽ കോർഡ്സ്, സൗണ്ടുകൾ ഉച്ചരിക്കുന്ന ആ ഒരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ദ സ്പേസ് ബിറ്റ്വീൻ ദിസ് 2 ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. അപ്പോൾ ഈ 2, അതായത് നമ്മൾ പറഞ്ഞു 2 മസ്കുലർ ഫോൾസുകളുണ്ട്, അതിനെയാണ് വോക്കൽ കോർഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ 2ൻ്റെയും നടുക്കുള്ള ആ പ്ലേസിനെയാണ് എന്ത് പറയുന്നത്? ഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇഫ് ദ വോക്കൽ കോർഡ്സ് ആർ ഓപ്പൺ, വോക്കൽ കോർഡ്സ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ ദ എയർ ഗോസ് ഔട്ട് ഫ്രീലി ഇൻ ടു ദ മൗത്ത്. അപ്പോൾ എയർ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരും. ഇഫ് ദ വോക്കൽ കോർഡ്സ് ആർ പാർട്ട്ലി ക്ലോസ്ഡ്, ദ എയർ പാസ്ഡ് ത്രൂ എ നേരോ പാസേജ് കോസിങ് ദ
കോഡ്സ്, അതായത് അത് ചെറുതായിട്ട് കുറച്ച് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മുടെ വോക്കൽ കോഡ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ പാർഷ്യലി ആയിട്ടേ വരുള്ളൂ എന്നാണ്. വോയിസ്ലെസ് ആയിരിക്കും അപ്പോൾ എന്നാണ് കേട്ടോ. മനസ്സിലായല്ലോ? ആ ഒരു വോക്കൽ കോഡ്സ് ഓപ്പൺ ആയിരിക്കുമ്പോൾ അതിലൂടെ എയർ പാസ് ചെയ്യും, അപ്പോൾ സൗണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ആ ഒരു സൗണ്ട് ഫോം ചെയ്യിക്കുക എന്നുള്ളതാണ്. അതാണ് എയർ സ്ട്രീം മെക്കാനിസം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ മേജർ സ്പീച്ച് ഓർഗൻസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്. സ്പീച്ച് ചെയ്യുമ്പോൾ അതിലുള്ള മേജർ ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഉള്ളതാണ് ദ ലങ്സ് ആൻഡ് ദ ഡയഫ്രം ആണ്. അപ്പോൾ ലങ്സ് സെർവ്സ് ആസ് എ സോഴ്സ് ഫോർ എയർ അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലങ്സിൽ നിന്നുമാണ് എയർ പുഷ് ചെയ്തിട്ട് അത് ലാരിങ്സിലെത്തിയിട്ട് വോക്കൽ കോഡ്സിലെത്താണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ്, അപ്പോൾ ലങ്സ് ആണ് എയറിനെ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ലങ്സ് എന്താണ്? സോഴ്സ് ഓഫ് എയർ ആണ്. ലങ്സ് സെർവ്സ് ആസ് എ സോഴ്സ് ഓഫ് എയർ. ഇറ്റ് പാസസ് അപ്വേർഡ് ത്രൂ ദ വൈൻ പൈപ്പ് ആൻഡ് ലാരിങ്സ്. അപ്പോൾ ലങ്സ് എയർ പാസ് ചെയ്യുന്നു ഏതിലൂടെ? ത്രൂ വൈൻ പൈപ്പ് ആൻഡ് ലാരിങ്സ്. പിന്നീട് ലാരിങ്സിലെത്തുന്നു. ആൻഡ് ലാരിങ്സിലാണ് എന്തുള്ളത്? വോക്കൽ കോഡ്സ് ഉള്ളത്. വോക്കൽ കോഡ്സിലെത്തുന്നു ആൻഡ് കം ഔട്ട് വേർഡ്സ് കേട്ടോ. വോക്കൽ കോഡ്സിലൂടെ എന്താണ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. എയർ ദ ഡയഫ്രം ഈസ് ലൊക്കേറ്റഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലങ്സിൻ്റെ കാര്യമാണ്. ഇനി ഡയഫ്രത്തിൻ്റെ കാര്യം നോക്കാം. ഡയഫ്രം നമ്മുടെ ലങ്സിൻ്റെ താഴെ ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ജോലി എന്താണ്? നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുകയും അതേപോലെ കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യില്ലേ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ജോലിയാണ് ആരുടേത്? നമ്മുടെ ഡയഫ്രത്തിൻ്റേത് കേട്ടോ. അപ്പോൾ നോക്കുക, ദ ഡയഫ്രം ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ ലങ്സ് ആൻഡ് ഇറ്റ് കൺട്രോൾസ് ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ ലങ്സ് ഇൻ ബ്രീത്തിങ് എന്ന് കേട്ടോ. അപ്പോൾ രണ്ട് ഓർഗൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ലങ്സും ഡയഫ്രം. ഇനി നെക്സ്റ്റ് പറയുന്നത് ലാരിങ്സും വോക്കൽ കോഡ്സിൻ്റെ കാര്യമാണ്. ലാരിങ്സ് ഈസ് ദ വോയിസ് ബോക്സ് ആൻഡ് ഇറ്റ് ഈസ് ദ ഫ്രണ്ട് ഓഫ് അവർ നെക്ക്. നമുക്കറിയാം ലാരിങ്സ് അല്ലേ, നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഭാഗം. അതിന് നമ്മൾ ഗ്ലോട്ടിസ് എന്നും വിളിക്കും, വോയിസ് ബോക്സ് എന്നൊക്കെ വിളിക്കും കേട്ടോ. ഇറ്റ് ഹോൾഡ്സ് അവർ വോക്കൽ കോഡ്സ്. അവിടെയാണ് എന്തുള്ളത്? നമ്മുടെ വോക്കൽ കോഡ്സ് ഉള്ളത്. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സൗണ്ട് പ്രൊഡക്ഷൻ ആൻഡ് സ്വാലോയിങ്. സൗണ്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതും സ്വാലോയിങ് ചെയ്യുന്നതും വോക്കൽ കോഡ്സ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ദ എൻട്രൻസ് ടു ദ വൈൻ പൈപ്പ്. വൈൻ പൈപ്പിലേക്ക്, നമ്മുടെ ശ്വാസനാളത്തിലേക്കുള്ള എൻട്രൻസ് കൂടിയാണ്. When we swallow food or water, the vocal cords shut the glottis completely. അപ്പോൾ നമ്മൾ ഫുഡോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ നമ്മുടെ വോക്കൽ കോഡ്സ് ഗ്ലോട്ടിസിനെ കംപ്ലീറ്റ് ആയിട്ട് പൂട്ടും, അടക്കും, അതിനെ ഷട്ട് ചെയ്യും. പ്രിവെൻറ്റിങ് ദ ഫുഡ് ആൻഡ് വാട്ടർ ഫ്രം എൻറ്ററിങ് ദ വൈൻ പൈപ്പ്. നമ്മൾ പറയും ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയും. അതിനുള്ള കാരണം അതാണ്. ആ ഒരു ഗ്ലോട്ടിസ് എന്നതിലേക്ക് ഫുഡൊന്നും എൻ്റർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വോക്കൽ കോഡ്സിൽ നിന്നും വോക്കൽ കോഡ്സ് എന്ത് ചെയ്യും? നമ്മുടെ ഫുഡ് കഴിക്കുമ്പോഴും എല്ലാം സ്വാലൊക്കെ ചെയ്യുമ്പോൾ ഗ്ലോട്ടിസിനെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡും വാട്ടറൊക്കെ അതിൽ എൻ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആൻഡ് വി ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ദ ഗ്ലോട്ടിസ് ഈസ് ഓപ്പൺ. ബ്രീത്ത് ചെയ്യുമ്പോൾ ഗ്ലോട്ടിസ് ഓപ്പൺ ചെയ്യും. ഇറ്റ് ഈസ് ദ പൊസിഷൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വോയിസ്ലെസ് സൗണ്ട്സ്. അതായത് ഗ്ലോട്ടിസ് തുറന്നിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സൗണ്ട്സുകൾ എന്താണ്? വോയിസ്ലെസ് ആണ്. അതിന് വോയിസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ആർ വോയിസ്ഡ് സൗണ്ട്സ്. അതായത് നമ്മുടെ വോക്കൽ കോഡ്സുകൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്സുകളാണ് എന്ത്? വോയിസ്, അതായത് ശബ്ദമുള്ള സൗണ്ട്സുകൾ കേട്ടോ. നമ്മുടെ ഗ്ലോട്ടിസ് തുറന്നിരിക്കുമ്പോൾ അത് വോയിസ്ലെസ് ആയിട്ടുള്ള സൗണ്ടുകളാണ്. വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സൗണ്ട്സ് ഉള്ളത്? വോയിസ് ഉള്ള സൗണ്ട്സുകൾ ഉള്ളത് കേട്ടോ. ദ റേറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഡിറ്റർമൈൻസ് വെദർ ദ പിച്ച് ഓഫ് ദ വോയിസ് ഈസ് ഹൈ ഓർ ലോ. നമ്മുടെ പിച്ച്, അത് ശബ്ദം എത്ര വേണം എന്ന് നിശ്ചയിക്കുന്നത് ആ ഒരു വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിയാണ്, അതിൻ്റെ റേറ്റ്, ആ ഫ്രീക്വൻസി ഓഫ് റേറ്റ് ആണ് കേട്ടോ അത് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ലാരിങ്സിലും വോക്കൽ കോഡ്സിലും പറയാനുള്ളത്. നമ്മളപ്പോൾ 4 ഓർഗൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ലങ്സ് പറഞ്ഞു, ഡയഫ്രം പറഞ്ഞു, ലാരിങ്സ് ആൻഡ് വോക്കൽ കോഡ്സും പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് സോഫ്റ്റ് പാലറ്റ്. സോഫ്റ്റ് പാലറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൗത്തിൽ 3 പാർട്സുകളുണ്ട്. നമ്മുടെ മുൻപല്ലിൻ്റെ നേരെ മേലുള്ള പാർട്സാണ് ഹാർഡ് പാർട്സ് കേട്ടോ. ഹാർഡ് പാലറ്റ് എന്ന് പറയുന്നത്. അതിന് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ളതാണ് സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ സോഫ്റ്റ് പാലറ്റ് ഈസ് ഓൾസോ കോൾഡ് വേലം. വേലം എന്നും കൂടി സോഫ്റ്റ് പാലറ്റിന് പറയും കേട്ടോ. അപ്പോൾ ഈ സോഫ്റ്റ് പാലറ്റ് മുകളിലോട്ട് പൊന്തുമ്പോഴാണ് നമ്മുടെ നോസിലേക്കുള്ള പാസേജ് ബ്ലോക്ക് ആവുന്നത്. മനസ്സിലായോ? ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് അപ്പ് ടു ബ്ലോക്ക് ദ പാസേജ് ഇൻ ടു ദ നോസ്. നോസിലേക്കുള്ള ആ ഒരു പാസേജ് ബ്ലോക്ക് ചെയ്യും എപ്പോൾ? വെൻ ദ സോഫ്റ്റ് പാലറ്റ് ഈസ് മൂവ്ഡ് അപ്പ്. ഓക്കെ. പിന്നെ ഓർ ലോവേഡ്, അത് താഴ്ന്ന് നിൽക്കുകയാണെങ്കിൽ
ടു ഓപ്പൺ ദ നാസൽ ട്രാക്റ്റിലേക്ക് താഴ്ന്നിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ അതെന്താണ്? ഫോർ പ്രൊഡ്യൂസിങ് നാസൽ സൗണ്ട്. നമ്മൾ മൂക്ക് കൊണ്ട് സൗണ്ട് ഉണ്ടാക്കുമല്ലോ, അത് അപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നോക്കുക, ദ ലോവർ എൻഡ് ഓഫ് ദ സോഫ്റ്റ് പാലറ്റ് ദാറ്റ് ഹാങ്സ് ഡൗൺ മിഡ്വേ ബിറ്റ്വീൻ ദ ഓറൽ ആൻഡ് നാസൽ ട്രാക്ട് ഈസ് നോൺ ആസ് ദി ഊല. നമ്മൾ പറഞ്ഞില്ല ആ കാര്യം കണ്ടോ, തൂങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് ഊല എന്ന് പറയുന്നത്. അതായത് ലോവർ എൻഡ് ഓഫ് ദ സോഫ്റ്റ് പാലറ്റിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് താഴെയായിട്ട് ദാറ്റ് ഹാങ്സ് ഡൗൺ, താഴേക്ക് ഹാങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, മിഡ്വേ നടുവിലാണ്, ബിറ്റ്വീൻ ദ ഓറൽ ആൻഡ് നാസൽ ട്രാക്ട്, ഓറലിൻ്റെയും നാസൽ ട്രാക്റ്റിൻ്റെയും ഇടയിലാണ്. അതിനെയാണ് ഊല എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഊല ഹെൽപ്സ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓറൽ ആൻഡ് നാസൽ സൗണ്ട്സ്. അപ്പോൾ ഈ ഒരു ഊല എന്നുള്ള സംഭവമാണ് നമ്മുടെ നാസൽ സൗണ്ട്സിനെയും അതുപോലെ ഓറൽ സൗണ്ട്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. മൂക്ക് കൊണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ ഓറലായിട്ട് പറയുന്ന ശരിക്കും ഉണ്ടാക്കുന്ന ഒരു സൗണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ആരുടെ പണിയാണ്? ഊല എന്നുള്ള ഈ ഒരു ഓർഗൻ്റെ പണിയാണ് കേട്ടോ. ഫാരിങ്സ് ഈസ് ബിറ്റ്വീൻ ദ ഊല ആൻഡ് ദ ലാരിങ്സ്. ഫാരിങ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഊലയുടെയും അതുപോലെ ലാരിങ്സിൻ്റെയും ബിറ്റ്വീനായിട്ടാണ് ഫാരിങ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഫ്റ്റ് പാലറ്റിൽ പറയാനുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാനുള്ളതാണ് ടങ്ക്. ടങ്കിന് 4 പാർട്സുകളുണ്ട്. ഒന്ന് ടിപ്പ്, ബ്ലേഡ്, ഫ്രണ്ട്, ബാക്ക്. മനസ്സിലായല്ലോ? ടിപ്പ്, ബ്ലേഡ്, ഫ്രണ്ട്, ബാക്ക് 4 പാർട്ടുകളുണ്ട്. ടിപ്പ് ഈസ് ദ എക്സ്ട്രീം എൻഡ്. നമുക്കറിയാം ടിപ്പ് ആ അറ്റാണ് ഏറ്റവും എൻഡിലുള്ള ആ അറ്റ ടിപ്പിൻ്റെ ദ പാർട്ട് ഓപ്പോസിറ്റ് ദ അൽവിയോലാർ റിഡ്ജ് ഈസ് ദ ബ്ലേഡ്. അതായത് പിക്ചറിൽ കാണുന്നുണ്ടാവും, അതാണ് അൽവിയോലാർ റിഡ്ജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള പാർട്ടാണ് ബ്ലേഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ദ പാർട്ട് ഓപ്പോസിറ്റ് ദ ഹാർഡ് പാലറ്റ് ഈസ് ദ ഫ്രണ്ട്. ഹാർഡ് പാലറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ മുൻപല്ലിൻ്റെ നേരെ ബാക്കിലുള്ള ഒരു സ്ഥലം, ഹാർഡായിട്ടുള്ള സ്ഥലം, അതാണ് ഹാർഡ് പാലറ്റ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ളതാണ് ദ പാർട്ട് ഓപ്പോസിറ്റ് ദ ഹാർഡ് പാലറ്റ് ഈസ് ദ ഫ്രണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ളതാണ് ഫ്രണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അത്രയാണ് ലിപ്സിൽ പറയുന്നത്. ലിപ്സിന് 4 ഭാഗമുണ്ട്: ടിപ്പ്, ബ്ലേഡ്, ഫ്രണ്ട്, ബാക്ക്. ടിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും എൻഡാണ്. പിന്നെ അൽവിയോലാർ റിഡ്ജിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. അതേപോലെ ഹാർഡ് പാലറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേലത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ബാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റിലുള്ളതാണ് ലിപ്സുകൾ. ലിപ്സ് ആർ പ്ലിയബിൾ, മൊബൈൽ, മസ്കുലാർ ഫോൾസ് ദാറ്റ് എൻസർക്കിൾ ദ ഓപ്പണിംഗ് ഓഫ് ദ ഓറൽ കാവിറ്റി. നമ്മുടെ ഓറൽ കാവിറ്റിയെ കവർ ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു മൊത്തം കവർ ചെയ്യുന്നത് ആരാണ്? ലിപ്സ് ആണ് അല്ലേ? ഇതൊക്കെ നമുക്കറിയാം. അപ്പം ദ ലിപ്സ് ആർ കവേർഡ് എക്സ്റ്റേർണലി ബൈ സ്കിൻ ആൻഡ് ഇൻറ്റേർണലി ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. പുറത്ത് സ്കിന്നാണ്, പക്ഷെ ഉള്ളിൽ എന്താണ്? മ്യൂക്കസ് മെംബ്രെയിനാണ്. ദേ ക്യാൻ മേക്ക് എ ഫേം കോണ്ടാക്ട് ആസ് വെൻ വി വാണ്ട് ടു സേ പി ഓർ എം. നമ്മൾ പി എം എന്നൊക്കെ പറയുമ്പോൾ അത് തമ്മിൽ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുന്നില്ല, 2 ലിപ്സും ആ ഒരു മ്യൂക്കസ് മെംബ്രെയിനും തമ്മിൽ. പിന്നെ പറയുന്നത് നമ്മൾ ലിപ്സ് കംപ്ലീറ്റ് തുറന്നാലും നമുക്ക് പല സൗണ്ട്സുകളും ഉണ്ടാക്കാൻ പറ്റും. എക്സാമ്പിൾ ഫ എന്ന് നമ്മൾ പറയില്ലേ, പ, മ, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് തുറന്നിട്ടാണ് അങ്ങനെ സൗണ്ട്സുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് ലിപ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 5 ഓർഗൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി വായിച്ചിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.